ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങളുടെ എല്ലാ വെളുത്ത മുടികളും നല്ലതുപോലെ കട്ട കറുപ്പാക്കി മാറ്റാനായിട്ട് പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഹെയർ ഡേയുടെ കളറ് നമ്മുടെ മുടിയിലും കിട്ടുന്നതാണ്. നമ്മൾ പാർലറിലൊക്കെ പോയി ഹെയർ ഡേ ചെയ്യുമ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വെളുത്ത മുടികളും നല്ലതുപോലെ കറുപ്പ് കളറായിട്ട് കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ഇതും കിട്ടുന്നത്. അതായത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. ആദ്യം തന്നെ നമുക്ക് ഹെയർ ഡേ മിക്സ് ചെയ്യാനായിട്ടുള്ള വെള്ളം തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. മുടി കറുപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കോഫി പൗഡർ. അപ്പോൾ കോഫി പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. നമുക്ക് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആയാലും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ തിളപ്പിച്ച് 1 ഗ്ലാസ് വെള്ളം എന്നത് 3/4 ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി കഴുകുന്നത് വളരെ നല്ലതാണ്. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഇതേപോലെ ഒന്ന് വെള്ളം തയ്യാറാക്കിയിട്ട് നമ്മൾ മുടി കഴുകുകയാണെങ്കിൽ മുടി പെട്ടെന്ന് നരക്കില്ല. അതേപോലെ തന്നെ മുടിക്ക് ഉള്ളില്ലാത്തവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പേരയില ഇട്ട് കൊടുക്കാം. ഈ ഒരു വെള്ളം നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് മുടിയിലും സ്കാൽപ്പിലും നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് മസാജും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മുടി വളർച്ച ഉണ്ടാവുന്നതാണ്. ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ഡേ മിക്സ് ചെയ്യാനായിട്ട് വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ഡേ തയ്യാറാക്കാം. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഹെയർ ഡേ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം. നല്ല ബ്രാൻഡിൻ്റെ ഹെന്ന പൗഡർ തന്നെ നമ്മളിതിലേക്ക് എടുക്കണം. അതേപോലെ എക്സ്പയറി ഡേറ്റും എല്ലാം നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് എടുക്കേണ്ടത്. 3 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ ആണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. 3 ടേബിൾ സ്പൂണോളം തന്നെ നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് എത്രത്തോളം ഹെയർ ഡേ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ മൈലാഞ്ചി പൊടിയും നെല്ലിക്കാപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഇളക്കി കൊടുത്തിട്ട് ഇത് ചൂടാക്കി എടുക്കാം. നമ്മൾ ഈ ഒരു രീതിയിൽ ഇതേപോലെ ചൂടാക്കി എടുക്കുമ്പോൾ നമ്മുടെ ഹെയർ ഡേ കുറച്ചും കൂടി നല്ല ഡാർക്ക് കളറായിട്ട് തന്നെ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണിത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പലരും പല രീതിയിലാണ് ഹെയർ ഡേ തയ്യാറാക്കുന്നത്. എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അങ്ങനെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 4 മണിക്കൂർ നേരമെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ ഡേയുടെ കളർ റിലീസ് ആവുള്ളൂ. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത ഷാമ്പു വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ടുള്ള മുടിയിലായിരിക്കണം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.